to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the first part of the problem. Today we are going to discuss the second part. Today's portion in the books of Mahesh and Sons, that means in the books of consignee. In the books of consignee, consignor's accounts are open. In the books of consignee, consignor's account is open. Okay, first one. In the books of Mahesh and Sons, Ashok Cycle is the consignor. Ashok Cycle account. Okay. Then first item, നമ്മളെ അഡ്വാൻസ് ആണ് നമ്മൾ എന്ത് എഴുതുക, നമ്മുടെ ഫസ്റ്റ് ആയിട്ടായിട്ട് എഴുതുക. കൺസൈനിയുടെ കയ്യിൽ നിന്നും കൺസൈനർക്ക് ഒരു അഡ്വാൻസ് ബിൽ എമൗണ്ട് 80,000 റുപ്പീസിൻ്റെ ബിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ടാണ് നമ്മളിവിടെ കാണിക്കേണ്ടുന്നത്. ടു ബിൽസ് പേയബിൾ ₹80,000 ബിൽ എമൗണ്ട് ആണ്. അത് കൺസൈനറുടെ ബുക്കിലേക്ക് വരുമ്പോഴത്തേന് അത് എന്തായിട്ട് കാണിക്കാം, ടു ബിൽസ് പേയബിൾ 80,000 ആയിട്ട് കാണിക്കാം. ഓക്കെ. ദെൻ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി കൺസൈനറുടെ ബുക്കിൽ അക്കൗണ്ടിൽ കാണിക്കുമ്പം ടു ബാങ്ക് എന്നാണ് കാണിക്കേണ്ടത്. അതായത് കൺസൈനറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് തന്നെയാണ് ആര് മെറ്റ് ചെയ്താലും. കൺസൈനി എക്സ്പെൻസസ് മെറ്റ് ചെയ്താലും അത് ആരുടെ എക്സ്പെൻസസ് തന്നെയാണ്, കൺസൈനറുടെ എക്സ്പെൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ കൺസൈനർ അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് എന്ന് കാണിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം കമ്മീഷനാണ്. കൺസൈനിക്ക് കമ്മീഷൻ കൊടുത്താൽ അത് കാറുടെ കമ്മീഷനായിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു, കൺസൈനറുടെ എക്സ്പെൻസ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുന്നു. അതും കൺസൈനർ അക്കൗണ്ട് ഡാറ്റ ടു കമ്മീഷൻ എന്ന് കാണിക്കുന്നു, 6,950. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെറ്റ്സ് ആണ്. ബാഡ് ഡെറ്റ്സ് ഡെക്കോഡർ കമ്മീഷൻ കൊടുക്കാത്തത് കൊണ്ട് ആ ബാഡ് ഡെറ്റ്സ് ആരുടെ നഷ്ടം തന്നെയാണ്, കൺസൈനറുടെ നഷ്ടം തന്നെയാണ്. ശ്രദ്ധിക്കുക, ഡെൽക്കഡർ കമ്മീഷൻ കൊടുത്തിരുന്നു എങ്കിൽ ബാഡ് ഡെറ്റ്സ് ഒരിക്കലും നമ്മൾ എവിടെ കാണിക്കില്ല, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലോ അതുപോലെ കൺസൈനറുടെ അക്കൗണ്ടിലോ കാണിക്കില്ല. ഓക്കെ. അപ്പം അടുത്ത ഐറ്റം കൺസൈനർ അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ ടു സൺട്രി ഡെറ്റേഴ്സ് എന്ന് കാണിക്കുന്നത് ബ്രാക്കറ്റിൽ ബാഡ് ഡെറ്റ്സ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബ്രാക്കറ്റിൽ ബാഡ് ഡെറ്റ്സ് എന്ന് എനിക്ക് കാണിക്കുന്നു. 2 ബൈസിക്കിൾ വാങ്ങിയ വ്യക്തിയാണ് ഇൻസോൾവെൻ്റ് ആയത്. അതുകൊണ്ട് തന്നെ 2 × 2,000 4,000 റുപ്പീസ് ബാഡ് ഡെറ്റ്സ് ആയിട്ട് കാണിച്ചു. ദെൻ സെയിൽ പ്രൊസീഡ്സ് ആണ് ബൈ ബാങ്ക്. അത് ക്യാഷ് സെയിൽസ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടായിരുന്നു. രണ്ടും കൂടി സമ്മപ്പ് ചെയ്ത ഫിഗറാണ് 1,39,000 റുപ്പീസ് ഇതായിട്ട് എഴുതുന്നു. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ഫിഗർ ഒരു ക്യാഷായിട്ട് കൊടുത്തതായിട്ടും പറയുന്നില്ല, ബില്ലായിട്ട് കൊടുത്തതായിട്ടും പറയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാനുണ്ടെന്നുള്ളത് മാത്രമാണ് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് 1,39,000 ആണ് ടോട്ടൽ. ഇവിടെയും 1,39,000. ബാലൻസിങ് ഫിഗർ ഈസ് 45,830. ബാലൻസിങ് ഫിഗർ 45,830 കൺസൈനർക്ക് കിട്ടാനുള്ളതായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ കൺസൈനർക്ക് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കുന്നു. ഓക്കെ. അപ്പം ആരുടെ ബുക്കും കഴിഞ്ഞു, കൺസൈനറുടെ ബുക്കും കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് മാത്രമാണ് മിസ് ബോർഡിൽ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ. ദെൻ ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ, ദെൻ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി. ആദ്യം ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അശോക് സൈക്കിൾ ലിമിറ്റഡ് ആണ്, കൺസൈനറുടെ ബുക്കിലാണ്. ഫസ്റ്റ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതാണ്. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ. ദെൻ അടുത്ത എൻട്രി എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനർ ആണ്. അപ്പോൾ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക്. ദെൻ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി. ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു മഹേഷ് ആൻഡ് സൺസ് എന്ന് എഴുതുക. ദെൻ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷനാണ്. അതും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു മഹേഷ് ആൻഡ് സൺസ് ആണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു മഹേഷ് ആൻഡ് സൺസ് ആണ്. അത് ബ്രാക്കറ്റിൽ എന്താണ് നമ്മൾ നറേഷനായിട്ട് എന്ത് കാണിക്കുക, കമ്മീഷൻ എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെയിൽ പ്രൊസീഡ്സ് ആണ്. സെയിൽ പ്രൊസീഡ്സ് വരുമ്പോൾ എൻട്രി എന്താണ്, കൺസൈനി അക്കൗണ്ട് ഡാറ്റ ടു കൺസൈൻമെൻറ്റ് ആണ്. കൺസൈനി അക്കൗണ്ട് ഡാറ്റ ടു കൺസൈൻമെൻറ്റ് ആണ്. അപ്പം അത് 1,39,000 1,39,000 ആണ് സെയിൽ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് കമ്മീഷനാണ്. കമ്മീഷൻ വരുമ്പോഴത്തേന് സെയിൽ പ്രൊസീഡിൻ്റെ 5% ആണ് പറഞ്ഞിരിക്കുന്നത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു മഹേഷ് ആൻഡ് സൺസ് ആണ്. ദെൻ ബാഡ് ഡെറ്റ്സിൻ്റെ ഒരു എൻട്രിയാണ് കാണിക്കുന്നത്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു എന്ത് കൺസൈനി, ദാറ്റ് ഈസ് മഹേഷ് ആൻഡ് സൺസ് എന്ന് കാണിക്കാം, 4,000 റുപ്പീസ്. ഓക്കെ. ഇത്രയും. പിന്നെ കൺസൈൻഡ് സ്റ്റോക്കാണ്. കൺസൈൻഡ് സ്റ്റോക്ക് വരുമ്പോൾ ദാറ്റ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ കൺസൈൻഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഡാറ്റ ടു കൺസൈൻമെൻറ്റ്. ഇത്രയും നമ്മുടെ ആ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന എൻട്രിയാണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ അഡ്വാൻസ് നമ്മൾ റിസീവ് ചെയ്തല്ലോ, അതിൻ്റെ എൻട്രിയാണ്. അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറയുന്നത്
പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡാറ്റ ടു കൺസൈനി, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡാറ്റ ടു കൺസൈനി. പിന്നെ നമ്മൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ആ ഫിഗർ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡാറ്റ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇത്രയും. ദെൻ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ആണ്. ഇവിടെ ഈ കേസിൽ ലോസ് ആയിരുന്നു. അപ്പോൾ ഈ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡാറ്റ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡാറ്റ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇത്രയും എൻട്രീസ് ആണ് ആരുടെ ബുക്കിൽ വരിക? ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ, ദാറ്റ് മീൻസ് ഇൻ ദ ബുക്സ് ഓഫ് അശോക് സൈക്കിളിൻ്റെ ബുക്കിൽ വരുന്നത്. ഇനി അടുത്ത എൻട്രീസ് എന്ന് പറയുന്നത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് മഹേഷ് ആൻഡ് സൺസ് ആണ്. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് മഹേഷ് ആൻഡ് സൺസ് ആണ്. മഹേഷ് ആൻഡ് സൺസിൻ്റെ കേസിൽ ജേണൽ എൻട്രീസ് വരുമ്പം ആദ്യം അവിടെയും എന്ത് തന്നെയാണ്? അഡ്വാൻസ് ആണ്. അപ്പോൾ എൻട്രി എഴുതേണ്ടുന്നത് അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ ടു ബിൽസ് പേബിൾ ആണ്. അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ ടു ബിൽസ് പേബിൾ എഴുതുക. ഇതിൻ്റെ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി വരുമ്പം അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് എന്ന് എഴുതുക. ദാറ്റ് മീൻസ് കൺസൈനർ അക്കൗണ്ട് ഡാറ്റ ടു ബാങ്ക് എന്ന് എഴുതുന്നു. ദെൻ കമ്മീഷൻ, കൺസൈനർ അക്കൗണ്ട് ഡാറ്റ ടു കമ്മീഷൻ. കൺസൈനർ അശോക് സൈക്കിളാണ്, അതുകൊണ്ട് അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ ടു കമ്മീഷൻ എഴുതുന്നു. ദെൻ ബാഡ് ഡേറ്റ്സ് അശോക് സൈക്കിൾ അക്കൗണ്ട് ഡാറ്റ ടു സൺട്രി ഡേറ്റേഴ്സ്, അശോക് സൈക്കിൾസ് അക്കൗണ്ട് ഡാറ്റ ടു സൺട്രി ഡേറ്റേഴ്സ് എന്ന് എഴുതുന്നു. ദെൻ അടുത്ത നമ്മുടെ സെയിൽ പ്രൊസീഡ്സ് ആണ്. സെയിൽ പ്രൊസീഡ്സിൻ്റെ എമൗണ്ട് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു കൺസൈനർ, ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു കൺസൈനർ ആണ്. ഇവിടെ കൺസൈനർ അശോക് സൈക്കിൾ ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡാറ്റ ടു അശോക് സൈക്കിൾ ലിമിറ്റഡ് എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര എൻട്രീസ് ആണ് ആരുടെ ബുക്കിൽ വരിക? കൺസൈനിയുടെ ബുക്കിൽ വരിക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോബ്ലം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മിസ് ഇതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ആദ്യം ഇത് നന്നായിട്ട് നോട്ട്ബുക്കിൽ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ആ പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കുക.